Welcome to Electrodynamics paper 55th lecture number 55, BSc Main Physics, Electricity paper, and today's topic is AC circuits, and we see in the circuit what is called reactance of AC circuit. Lecture number 55. So before going to study AC circuit, we understand a new term which is called J operator. Operator J. You remember AC can be represented, AC alternating voltage or alternating current can be represented by a special operator known as operator J. J is root of minus 1. The imaginary number root of minus 1 is called J. Using J operator, we discuss the AC circuits. You know, J operator is root of minus 1. And that is written here. Representation of AC using J operator. J operator കൊണ്ട് എങ്ങനെയാണ് എ സി സൂചിപ്പിക്കുക? ജെ എന്നുള്ളത് സ്മോൾ ലെറ്ററിൽ പറയണം. നമ്മുടെ ഇമാജിനറി നമ്പർ തന്നെ ഐ തന്നെയാണ്. മാത്തമാറ്റിക്സിൽ ഐ എന്ന് പറയുന്ന ടേമാണ് ഇവിടെ ജെ എന്ന് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട് ഐ ഉപയോഗിക്കുന്നില്ല, അതിനുപോലെ ജെ ഉപയോഗിക്കുന്നത് സംശയം ഉണ്ടാകാം. അതിന് കാരണം എത്രയേ ഉള്ളൂ. നമ്മൾ ഇലക്ട്രിസിറ്റിയാണ് പഠിക്കുന്നത്. കറണ്ടിൻ്റെ സിമ്പിൾ പതിവായിട്ട് നമ്മൾ ഐ ആണ് ഉപയോഗിക്കുന്നത്. അത് ക്യാപിറ്റൽ ഐയോ സ്മോൾ ഐ ആകാം. ഇപ്പോൾ സ്മോൾ ഐ ആണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഇമാജിനറി നമ്പർ ഐ വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് കറണ്ടിനെ ഐ ആയിട്ട് കീപ്പ് ചെയ്യും. എന്നിട്ട് ഈ ഇമാജിനറി നമ്പർ റൂട്ട് ഓഫ് മൈനസ് 1 ജെ എന്ന് വിളിക്കും. അത് ഒരു ഓപ്പറേറ്റർ എന്ന് പറയും. എന്തുകൊണ്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നു അത് ഞാൻ ഇതിൻ്റെ അവസാനം പറയാം. ഓപ്പറേറ്റർ ജെ സ്റ്റാൻഡ്സ് ഫോർ റൂട്ട് ഓഫ് മൈനസ് 1. Therefore, j square is minus 1, j cubed is minus j, 1 by j is equal to minus j. 1 by j എങ്ങനെയാണ് മൈനസ് ജെ വരുന്നത്? അല്ലെങ്കിൽ ജെ ക്യൂബ്ഡ് എങ്ങനെയാണ് മൈനസ് ജെ വരുന്നത്? ജെ ക്യൂബ്ഡ് എന്ന് പറഞ്ഞാൽ ജെ സ്ക്വയർ ഇൻറ്റു ജെ ആണല്ലോ. ജെ സ്ക്വയർ മൈനസ് 1 ആണ്. അപ്പോൾ മൈനസ് 1 ഇൻറ്റു ജെ മൈനസ് ജെ. ഇനി 1 by j എന്ന് പറഞ്ഞാൽ മുകളിലെ 1 എന്ന് പറഞ്ഞാൽ മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ അത് ജെ റൈസ് ടു 4 വരും. ജെ റൈസ് ടു 4 by ജെ ക്യൂബ്ഡ് ആണ്. ജെ ക്യൂബ്ഡ് ഈസ് മൈനസ് ജെ. ഈ 1 by j മൈനസ് ജെ ആകുന്നത് എങ്ങനെയെന്ന് നോക്കിക്കേ. ഈ മുകളിലെ 1 നമുക്ക് മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറയാം. മൈനസ് 1 ജെ സ്ക്വയർ ആണല്ലോ. അപ്പോൾ മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ജെ റൈസ് ടു 4. ജെ റൈസ് ടു 4 by ജെ ക്യൂബ്ഡ് ആണ്. ജെ ക്യൂബ്ഡ് മൈനസ് ജെ ആണെന്നുള്ള എഴുതിയിരിക്കും തൊട്ട് മുമ്പ്. സോ 1 by ജെ ഈസ് മൈനസ് ജെ. ഇതെല്ലാം ഈ ജെയുടെ പ്രോപ്പർട്ടികളാണ്. ഇത് നോക്കും. വി നോ alternating EMF E is equal to E0 sin omega t. But e raised to j omega t, you know, e raised to I theta. In mathematics, you have studied e raised to I theta. E raised to I theta is equal to cos theta plus I sin theta. In that manner, e raised to j theta is cos theta plus j sin theta. We put omega t in the place of theta. Therefore, e raised to j omega t is equal to cos omega t plus j sin omega t. Multiply both sides by E0. ഈ ഇക്വേഷനെ രണ്ട് സൈഡിലും E0 കൊണ്ട് ഗുണിക്കുക. E0 e raised to j omega t is equal to E0 cos omega t plus j E0 sin omega t. ഈ ഇക്വേഷൻ നോക്കുക. ഇവിടെ ആ റൈറ്റ് സൈഡിൽ രണ്ട് ടേം ഉണ്ട്. ഒരു E0 cos omega t എന്ന് പറയുന്ന റിയൽ ടേം ഉണ്ട്. E0 sin omega t എന്ന് പറയുന്ന ഇമാജിനറി ടേം ഉണ്ട്. ഇമാജിനറി വാല്യൂ ഇവിടെ റിയൽ ടേമും ഇമാജിനറി ടേമുണ്ട്. അപ്പോൾ ആ ഇമാജിനറി കമ്പോണൻ്റ് എന്ന് പറയുന്നത്, ആ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് ആ ജെയുടെ ഗുണമെന്നാണ്. ജെ ഒഴിവാക്കി വേണം പറയാനായിട്ട്. E0 cos omega t is റിയൽ പാർട്ട് ആൻഡ് E0 sin omega t is ഇമാജിനറി പാർട്ട്. ആ ഇമാജിനറി പാർട്ട് നോക്കിക്ക്. അത് നമുക്ക് പരിചയമുള്ള എ സി ഇൻസ്റ്റൻറ്റീനിയസ് ആണ്. എ സി ഇൻസ്റ്റൻറ്റീനിയസ് E is equal to E0 sin omega t എന്ന് പറയുന്ന എ സി ടേമാണത്. അപ്പോൾ എന്ത് പറയാം? Therefore, AC can be represented as E is equal to E0 e raised to j omega t, only imaginary part. അപ്പോൾ എ സി ഇൻസ്റ്റൻറ്റീനിയസിനെ E is equal to E0 sin omega t എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് E is equal to E0 e raised to j omega t എന്ന് ഇതുപോലെ എഴുതാം. എന്നിട്ടൊരു കണ്ടീഷൻ ഉണ്ട് ബ്രാക്കറ്റിൽ. only imaginary part. You consider only imaginary part. ഈ കൺസിഡർ ഓൺലി ഇമാജിനറി പാർട്ട് എന്നുള്ളത് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വെക്കത്തില്ല. ദാറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. ഇത് പഠിക്കുന്നവർക്ക്
അത് വായിച്ചാൽ മനസ്സിലാക്കണം, പഠിക്കുന്നവരത് വായിച്ചാൽ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ ബ്രാക്കറ്റിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്തില്ല. നമ്മൾ പറയും E0 e⁻t ഓൺലി ഇമാജിനറി പാർട്ട് മാത്രമേ എടുക്കാവൂ. അപ്പോൾ എ സി ഇൻസ്റ്റൻറ്റേനിയസിനെ രണ്ട് തരത്തിൽ പറയാം. E0 sin ωt E0 sin ωt എന്ന് പറയാം, അല്ലെങ്കിൽ E0 e⁻j⁻t എന്ന് പറയാം. അപ്പോൾ രണ്ടാമത്തെ രീതി പറയുന്നതാണ് ജെ ഓപ്പറേറ്റർ വെച്ചുള്ള ഒരു എക്സ്പ്രഷൻ. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രയോജനം? E0 sin ωt ഉപയോഗിക്കുന്നത് നല്ലേ E0 e⁻j⁻t പറയുന്നതിനേക്കാൾ എളുപ്പം എന്ന് ചിലർ ചോദിച്ചേക്കാം. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ സർക്യൂട്ട് അനാലിസിസ് നടത്തുമ്പോൾ പെട്ടെന്ന് കാൽക്കുലേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ബെറ്റർ അപ്രോച്ച് E0 e⁻j⁻t വെച്ചുള്ളതാണ്. E0 sin ωt എന്നുള്ള എക്സ്പ്രഷൻ വെച്ച് കാൽക്കുലേഷൻ ചെയ്യുന്നതിന് പകരം E0 e⁻j⁻t വെച്ച് ചെയ്താൽ കുറച്ച് എളുപ്പമുണ്ട്, സൗകര്യമുണ്ട്. സോ ആൻ AC can be represented using J operator in the form E0 e⁻j⁻t. Now we see AC circuit. AC circuit we discuss using J operator. First circuit is AC circuit with R only circuit. ഇപ്പോൾ സർക്യൂട്ട് നോക്കിക്കേ, ആ സർക്യൂട്ടാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ റെസിസ്റ്റൻസ് മാത്രം താഴെ കൊടുത്തിരിക്കുന്ന ഡൈനാമോയുടെ അകത്ത് ഈ വരക്കുന്നത് ബാറ്ററി പോലെയല്ല, അതിനകത്തൊരു ടിൽഡ് സൈനാണ്. ഈ മലയാള അക്ഷരം ഗാ ഇല്ലേ, ഗാ നമ്മൾ മറിച്ച് എഴുതണം. എന്നിട്ട് അവിടെ E0 sin ωt എഴുതുന്നതിന് പകരം എ സിയുടെ പുതിയ എക്സ്പ്രഷൻ E0 e⁻j⁻t കൊടുത്തിരിക്കും. അയാൾ കറണ്ട് പാസ് ചെയ്യും. അപ്പോൾ നോക്കൂ, ഫിഗർ ഷോ സർക്യൂട്ട് വിത്ത് R. E0 e⁻j⁻t is the applied alternating EMF. Let I be the current in the circuit. സർക്യൂട്ട് ഇക്വേഷൻ ബിക്കംസ്. അപ്പോൾ എല്ലാ കേസിലും നമ്മൾ നേരത്തെ ട്രാൻഷ്യൻ്റ് കറണ്ടിൽ സർക്യൂട്ട് ഇക്വേഷൻ പറഞ്ഞതുപോലെ ഇവിടെയും സർക്യൂട്ട് ഇക്വേഷൻ പറയാവുന്നതാണ്. എന്താണ് സർക്യൂട്ട് ഇക്വേഷൻ? E=VR. കൊടുക്കുന്ന ഡൈനാമോയുടെ EMF നമുക്ക് റെസിസ്റ്ററിൽ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ റെസിസ്റ്ററിലെ പീരിയഡ് എഴുതാം E=VR. എന്താണ് VR? ഓംസ് ലോ വെച്ച് RI. പുട്ട് ദ വാല്യൂ ഓഫ് E, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ കൊടുക്കുക. E0 e⁻j⁻t RI. So what is I? I is equal to E0 e⁻j⁻t by R. Put E0 by R. E0 by R is equal to I0. E0 by R നെ I0 എന്ന് വിളിക്കുക, കറണ്ട് ആംപ്ലിറ്റ്യൂഡ്. ദാറ്റ് ഈസ് I is equal to I0 e⁻j⁻t. അപ്പോൾ ഈ ωt എന്ന് പറയുന്ന ടേമാണ് ഫേസ്. അപ്പോൾ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ E0 e⁻j⁻t, കറണ്ടിൻ്റെ ഇക്വേഷൻ I0 e⁻j⁻t. ωt രണ്ടിടത്തും സെയിം ആണ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിൽ കറണ്ടും വോൾട്ടേജും ഒരേ ഫേസിലാണ്. ഇൻ എ റെസിസ്റ്റർ സർക്യൂട്ട് കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ ഫേസ് എന്നുള്ളതാണ് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കാണിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ എഴുതുന്നത് നമ്മൾ. From equations 1 and 2, it is clear that E and I are in phase. I0 is E0 by R, where R is called resistance of the circuit measured in ohm. അപ്പോൾ E0 e⁻j⁻t എന്ന് പറയും, കറണ്ട് I0 e⁻j⁻t എന്ന് പറയും. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് രണ്ടിൻ്റെ ഒരേ ഫേസാണ്, രണ്ട് ωt ഒരേ ഫേസാണ്. പിന്നെ I0 നമ്മൾ E0 by R എന്നാണ് എഴുതിയത്. ആറിനെ വിളിക്കുന്ന റെസിസ്റ്റൻസ്, ഇത് ഓംസ് ലോ ആണ്. ഈ കറണ്ട് ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു വോൾട്ടേജ് ആംപ്ലിറ്റ്യൂഡ് ബൈ റെസിസ്റ്റൻസ്. ആറിനെ റെസിസ്റ്റൻസ് എന്ന് വിളിക്കും. അത് നമ്മൾ ഓമിലാണ് അളക്കുന്നത്. ഇനി അടുത്ത സർക്യൂട്ട് വിത്ത് എൽ, ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്ന് പറയും. പടം നോക്കും, ഒരു എല്ല് കൊടുത്തിട്ടുണ്ട്, ഒരു കറണ്ട് I ഒഴുകുന്നു, ഒരു ഡൈനാമോ കൊടുത്തിരിക്കുകയാണ്, ഡൈനാമോ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ E0 e⁻sin ωt എഴുതിയിരിക്കുന്നത്. അതിന് പകരം നിങ്ങൾ മറ്റെഴുതിയാൽ മതി, E0 e⁻j⁻t എഴുതിയാലും മതി. ചിലപ്പോൾ ഇങ്ങനെ മാറ്റി നമ്മൾ എഴുതാറുണ്ട്. ഇവിടെ J ഓപ്പറേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. കൺസിഡർ ആൻ എൽ സർക്യൂട്ട് ടു വിച്ച് ആൻ AC സോഴ്സ് ഓഫ് EMF E0 e⁻j⁻t is applied. അപ്പോൾ ആ പടത്തിൽ വേണമെങ്കിൽ അങ്ങനെ എഴുതാം കേട്ടോ. E0 e⁻j⁻t എന്ന് കൊടുക്കുക.
let I be the instantaneous current, then the circuit equation is VL. ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് കംപ്ലീറ്റ് ഇൻഡക്റ്റൻസിൽ ഡ്രോപ്പ് ആകും, ബാക്ക് ഇ എം എഫ് ആയിട്ട് മാറും. അപ്പം അങ്ങനെ കൊടുക്കാം. ബട്ട് വി എൽ ഈസ് ഈക്വൽ എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. നമുക്കറിയാലോ ഇൻഡക്റ്റൻസിലെ വോൾട്ടേജ് ഇ സ്മോൾ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. അപ്പം ഇവിടെ വി എൽ ഈസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ദാറ്റ് വി പുട്ട് ഇൻ ദ എബോവ് ഇക്വേഷൻ. Therefore, E is E0 e raised to j omega t is equal to L into di by dt. Cross multiplying and find di. Di is equal to E0 by L. You note that when you write notes, you listen carefully. Otherwise, you cannot recognize the letters. Di is E0 by L. E0 e raised to j omega t dt. Therefore, I is integral di. E0 by L we take as constant, integral e raised to j omega t dt. That is E0 by 2 1 by j omega e raised to j omega t. This is the integration AC. Therefore, there is no constant of integration. No need of putting constant of integration because we integrate for a cycle. That we get I is equal to minus j E0 by L omega. That equation we modify. Minus j, you look here, on integration we get E0 by L 1 by j omega e raised to j omega t. 1 by j is minus j. So minus j is put to here. I is equal to minus j E0 by L omega e raised to j omega t. E raised to j omega t. Put E0 by L omega is I0. Put E0 by L omega is equal to I0. That is I is equal to minus j I0 e raised to j omega t. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ വോൾട്ടേജ് ഇ ഈസ് ഈക്വൽ ടു E0 e raised to j omega t എന്ന് പറയും. കറണ്ട് I is equal to minus j I0 e raised to minus j omega t. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ജി അഡീഷൻ ആയിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഒരു മൈനസ് ജി അഡീഷൻ ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ മൈനസ് ജി മീനിങ് എന്നറിയോ? മൈനസ് ജി മൾട്ടിപ്ലിക്കേഷൻ. Here L omega is called the reactance of the inductance measured in ohm. Reactance of the inductance measured in ohm. ഞാൻ മൈനസ് ജി പറയാൻ പോകും. നമ്മൾ കമ്പയറിംഗ് 1 and 2 we can see that the current is multiplied by a factor minus j. That is, current lags behind the voltage by a phase equal to pi by 2. അതായത് ഈ മൈനസ് ജെ കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു പൈ ബൈ 2 ഫേസാണ് കാണിക്കുന്നത്. അത് മാത്തമാറ്റിക്സിലൂടെ നമുക്ക് പ്രൂവ് ആവുന്നില്ല. കാരണം ഇ റൈസ് ടു ജെ പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ കോസ് പൈ ബൈ 2 പ്ലസ് ജെ സൈൻ പൈ ബൈ 2 എന്ന് വരും. ഇപ്പോൾ ഇ റൈസ് ടു മൈനസ് ജെ പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പൈ ബൈ 2 ഫേസ് വരും, മൈനസ് ജെ. ഇപ്പോൾ ഇ റൈസ് ടു ജെ പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ കോസ് പൈ ബൈ 2 പ്ലസ് ജെ സൈൻ പൈ ബൈ 2. ഇ റൈസ് ടു മൈനസ് ജെ പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കോസ് പൈ ബൈ 2 മൈനസ് ജെ സൈൻ പൈ ബൈ 2. അത് മൈനസ് ജെ ആണ് ഇ റൈസ് ടു മൈനസ് ജെ പൈ ബൈ 2 എന്ന് പറയുന്നത്. അപ്പോൾ പൈ ബൈ 2 എന്നൊരു ആംഗിൾ വരുന്നുണ്ട്. അപ്പോൾ ഈ മൈനസ് ജെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. സമയമെടുത്ത് പറയേണ്ടതാണ്, എന്നാൽ അതിൻ്റെ മാത്തമാറ്റിക്സ് മനസ്സിലാവുള്ളൂ. നിങ്ങൾ തൽക്കാലം ഇത്രയും ഓർക്കുക, മൈനസ് ജെ കൊണ്ട് കറണ്ടിനെ ഗുണിച്ചാൽ അതിൻ്റെ അർത്ഥം അവിടെ പൈ ബൈ 2 ഫേസ് ലാഗ് കറണ്ടിന് സംഭവിക്കും എന്നുള്ളതാണ്. അടുത്തത് നിങ്ങൾക്കത് പർട്ടിക്കുലറായിട്ട് കേൾക്കണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാനത് പ്രത്യേകം എഴുതി കാണിച്ചു തരാം. അതെങ്കിലും ഇങ്ങനെ പഠിക്കുക, എക്സാമിനേഷൻ പോയിന്റിൽ അത് മതി. എന്തുകൊണ്ടാണ് ഈ പൈ ബൈ 2 വരുന്നുള്ളത് അത് നമ്മൾ തിയറി എഴുതി കാണിക്കണം, മാത്തമാറ്റിക്സ് ട്രിഗ്നോമെട്രി എഴുതി കാണിക്കേണ്ട ഒരു കാര്യമാണ്. നമ്പർ 3, കറണ്ട് സർക്യൂട്ട് വിത്ത് സി ഉള്ളി. അപ്പോൾ നമ്മൾ ഇൻഡക്റ്റീവ് സർക്യൂട്ട് കഴിഞ്ഞു. എൽ ഒമേഗയാണ് അവിടെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഓമിലടക്കം. മാത്രമല്ല കറണ്ട് പൈ ബൈ 2 ഫേസ് ലാഗിലാണ് വോൾട്ടേജിനേക്കാൾ. ഇത് കപ്പാസിറ്റീവ് സർക്യൂട്ടാണ്.
സി താഴെ നമ്മൾ എ സി കൊടുത്തിരിക്കുകയാണ്, അൾട്ടർനേറ്റിംഗ് ഇ എം എഫ് കൊടുത്തിരിക്കുകയാണ്, E0 e raised to omega t കൊടുത്തിരിക്കുകയാണ്. കൺസിഡർ എ സർക്യൂട്ട് കണ്ടെയ്നിങ് സി E0 e raised to omega t is the question number 1 is the applied alternating EMF. The circuit equation is E is equal to VC. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ that is E0 e raised to j omega t is Q by C. ഈ കപ്പാസിറ്റി വോൾട്ടേജ് നമ്മൾ ചാർജ് ബൈ കറണ്ട് എന്ന് ചാർജ് ബൈ കപ്പാസിറ്റി എന്ന് വിളിക്കുമല്ലോ. Q is equal to CV, കപ്പാസിറ്റി ഡെഫിനിഷൻ. അപ്പം അങ്ങനെ വിളിക്കാം നമുക്ക്. therefore കറണ്ട് I is dq by dt എന്ന് പറയും. കറണ്ട് ഐയെ നമ്മൾ dq by dt എന്നാണ് പറയുന്നത്. അപ്പോൾ d by dt ഓഫ് Q എന്താണ്? ക്യൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് E0 e raised to j omega t ഉണ്ട്. മുകളിൽ സ്റ്റെപ്പ്, അതായത് E0 e raised to j omega t Q by C ആണല്ലോ. അപ്പോൾ അവിടെ Q ആണെങ്കിൽ E0 e raised to j omega t അത് ഇവിടെ ഇട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ C ഇൻറ്റു j omega പിന്നെ വാല്യൂ മുന്നോട്ട് വരും. പിന്നെ ഒരു E0 ഉണ്ട്. E0 ആണ്. E0 e raised to j omega t ആണ്. ആ 0 മിസ് ചെയ്യാണ്. E0 e raised to j omega t എന്ന് വരും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ മുകളിൽ കാണുന്ന സി ഒമേഗയെ നമ്മൾ താഴെ കൊണ്ട് എഴുതും. എങ്ങനെ എഴുതും? 1/c ഒമേഗ. 1/c ഒമേഗ താഴെ കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം സി ഒമേഗ മുകളിൽ കുടിക്കുന്ന ആൾ ഇതിപ്പോൾ തന്നെ വരും. അപ്പോൾ അതൊരു മോഡിഫൈ ചെയ്ത് നമ്മളിങ്ങനെ പറയും, I is equal to minus j E0 by 1/c omega e raised to j omega t എന്ന് പറയും. പുട്ട് E0 by 1/c omega, അത് E0 c omega ആണ് കേട്ടോ. E0 c omega നമ്മൾ എഴുതുന്നത് E0 by 1/c omega എഴുതും. എന്തിനാണ് എഴുതുന്നത്? നമ്മൾ നേരത്തെ കണ്ട E/R അല്ലെങ്കിൽ E0 by R, E0 by L omega എന്ന ഫോമിൽ വരാൻ വേണ്ടിയാണ്. Put E0 by 1/c omega is equal to I0. Therefore we get I is equal to j I0 e raised to omega t എന്ന് കിട്ടും. 1/c omega is equal to reactance of the capacitor measured in ohm. അപ്പോൾ നോക്കിയേ, നേരത്തെ ആറിലെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു, ഓമിൽ അളക്കും. L omega-യെ റിയാക്റ്റൻസ് ഓഫ് ദി ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞു, അത് ഓമിൽ അളക്കും. 1/c omega-യെ റിയാക്റ്റൻസ് 1/c omega-യെ റിയാക്റ്റൻസ് ഓഫ് ദി കപ്പാസിറ്റൻസ് എന്ന് പറയും, അതും ഓമിൽ അളക്കും. ഇവിടെ ഒരു പ്ലസ് j മൾട്ടിപ്ലിക്കേഷൻ വന്നിരിക്കുകയാണ്. എന്താണ് അർത്ഥം നോക്കാം. ഒരു പ്ലസ് j മൾട്ടിപ്ലിക്കേഷൻ. From equation 2 it is seen that the current term is multiplied by plus j. This indicates a phase lead of pi by 2. That is current in the capacitive circuit. Current in the capacitive circuit leads the voltage by a phase equal to pi by 2. ഇതാണ് അർത്ഥം. From equation 2 it is seen that the current term is multiplied by plus j. Plus j കൊണ്ട് കുടിക്കുന്ന കറണ്ടിനെ. This indicates a phase lead of pi by 2. That is current in the capacitive circuit leads the voltage by a phase equal to pi by 2. അപ്പോൾ ഇനി ഒന്ന് രണ്ട് ക്വസ്റ്റ്യനാണ് നമ്മൾ പറയുന്നത്. വാട്ട് ഈസ് ആൻ ഇൻഡക്റ്റീവ് സർക്യൂട്ട്? ഗിവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് L omega ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2, ഷോ ദാറ്റ് ദർ ഇസ് എ ഫേസ് ലീഡ് ഓഫ് pi by 2 ഫോർ കറണ്ട് ഇൻ ദി കപ്പാസിറ്റീവ് സർക്യൂട്ട്. എക്സ്പ്ലെയിൻ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. ആ ജസ്റ്റ് മുകളിൽ കാണുന്ന സി സർക്യൂട്ട് എഴുതിയാൽ മതി. സി സർക്യൂട്ട്. That is all with our 55th lecture on electrodynamics. Thank you very much.